കൃഷിയിൽ വിജയം നേടാൻ മനസ്സും താൽപര്യവുമാണ് പ്രധാനമെന്ന് കാട്ടിത്തരുന്ന ഒരു കർഷകനെ പരിചയപ്പെടാം. കൊല്ലം ഇളമാട് കാരിക്കൽ സ്വദേശി ജലീലാണ് കാഴ്ച പരിമിതികളെ അതിജീവിച്ച് കൃഷിയിൽ 100 മേനി വിജയം നേടിയത്. കൊട്ടാരക്കരയിൽ നിന്ന് എസ് വിനീഷിന്റെ റിപ്പോർട്ട് കാണാം. കുലച്ച ഏത്തവാഴ വെട്ടാറായോട സുനിലെ എന്ന് ജലീലേട്ടൻ തൻ്റെ സുഹൃത്തിനോട് ഇപ്പോൾ ചോദിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ കൂടുതലും അതിശയം തോന്നിയത്. കാരണം ഇദ്ദേഹത്തിന് കാഴ്ചശക്തിയില്ല. കാഴ്ചയില്ലാതെയാണ് ഇദ്ദേഹം ഈ കൃഷി മൊത്തവും പരിപാലിച്ചിരിക്കുന്നത്. ഇവിടെ ഏകദേശം 160 പരം വാഴകളാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത്. ഈ ചിങ്ങമാസമൊക്കെ ആയതുകൊണ്ട് കൃഷി വലിയ രീതിയിലുള്ള കൃഷി പരിപാലനമൊക്കെ ആയിട്ട് അദ്ദേഹം ഈ കൃഷിയിടത്തിൽ തന്നെ സജീവമാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പം ഇത് നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ കൊല്ലം ജില്ലയിലെ വെളിനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട കാരിക്കൽ എന്ന് പറഞ്ഞ 4-ാം വാർഡിലെ കാരിക്കൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. ജലീലേട്ടനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് വിശേഷങ്ങൾ പങ്കുവെക്കാം. ചേട്ടാ, എങ്ങനെയാണ് ഈ കൃഷിയെല്ലാം ഈ കാഴ്ച പരിമിതമായിട്ട് പോലും ഇതെല്ലാം കൃത്യമായിട്ട് നടത്തുന്നത്? ഞാൻ ഈ വയലിലിറങ്ങി വന്ന് ഓരോ ഭാഗത്തും എത്ര പണയുണ്ടെന്ന് എനിക്കറിയാം. ആ പണ തിട്ടമായിക്കൊണ്ട് ഓരോ പണയിലും എന്തെല്ലാം നട്ടിട്ടുണ്ടെന്നുള്ളത് കൃത്യമായി എനിക്കറിയാം. ഓരോ അളന്നാണ് ഞാൻ ഓരോന്നും കൃഷി ചെയ്യുന്നത്. കാലിൻ്റെ അളവും കൈകൊണ്ടും അളന്നാണ് ഓരോ സാധനങ്ങൾ ഇന്നടുത്ത് നിൽപ്പുണ്ട്. ഇത്ര ദിവസം കൊണ്ട് അത് കൊലച്ച വാഴ നമ്മൾ ഓരോന്നും അടയാളപ്പെടുത്തി വെക്കും. ഇന്ന വാഴ കൊലച്ചിട്ടുണ്ട്, ഇത്ര ദിവസം കുലച്ച് ഇത്ര നാൾ കഴിയുമ്പോൾ അത് 31 ഒരുമാതിരിയൊക്കെ എനിക്കറിയാം. അങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത്. ഓരോ സാധനങ്ങളും കൃഷി ചെയ്യുമ്പോഴും ഓരോ അളവെടുത്ത് സ്വന്തമായി ആരുടെയും ആശ്രയം അഭയം ഒന്നുമില്ലാത്ത രീതിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഇത് എത്ര വർഷം കൊണ്ട് കൃഷി നടത്തുന്നുണ്ട്? നേരത്തെ കർഷകനായിരുന്നു? നേരത്തെ ഞാൻ എൻ്റെ ഈ കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുമ്പ് കൃഷിപ്പണിയിലൊക്കെ എനിക്ക് അറിയാമായിരുന്നു. കുറച്ചറിയാമായിരുന്നു, മിക്കവാറും കാര്യങ്ങൾ അറിയാമായിരുന്നു. അതുകൊണ്ട് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു വസ്തു കിട്ടിയ എനിക്ക് 4-5 വർഷത്തിനോളം അടുക്കാറായി. വസ്തു കിട്ടിയപ്പം എനിക്ക് സ്വർഗീയ തുല്യമായ ഒരു അനുഭൂതിയാണ് ഇപ്പം എനിക്കുണ്ടായത്. കാര്യം എനിക്ക് കൃഷി ചെയ്തതിനകത്ത് 10 പൈസ എടുക്കാനും എൻ്റെ മക്കളെ സംരക്ഷിക്കാൻ വളർത്താനുമുള്ള ഒരു ചെറിയ ഒരു കൈത്താങ്ങ് ഇതിൽ നിന്ന് എനിക്കുണ്ടായി. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഈ ഒരു കൈത്താങ്ങും സഹായവും എനിക്കുണ്ടായി. തപ്പിയാലും തടഞ്ഞാലും എങ്ങനെയായാലും ശരി ഇതിനകത്തുനിന്ന് മാന്യമായ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുക. ഈ കാഴ്ച നഷ്ടപ്പെടാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? കാഴ്ച നഷ്ടപ്പെടാൻ ഞാൻ പാറയിൽ ലോഡിംഗ് തൊഴിലാളിയായി പോയപ്പോൾ കൂടം അടിക്കുന്ന നിലയിൽ പാറയുടെ ചീളുകൾ വന്ന് കണ്ണിത്തെറിച്ച് 3 തവണ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും തിരുനെൽവേലിയിലുമായിട്ട് ഓപ്പറേഷൻ നടത്തി. പക്ഷേ കാഴ്ച കിട്ടൂലെന്ന് ഡോക്ടർമാർ വിധിയെടുത്തു. ഇതിനെ തുടർന്ന് വളരെയധികം ദുരിതത്തിൽ എൻ്റെ മക്കളെ പലരുടെയും സഹായം കൊണ്ടാണ് എൻ്റെ മക്കളെ പഠിപ്പിക്കുകയും വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതും പിന്നെ ഈ ഉപജീവന മാർഗം നടത്തിക്കൊണ്ട് പോകുന്നതും. കുട്ടികളാണ് എനിക്ക് 2 മക്കളുണ്ട്. ഒന്ന് മോള് +2 പഠിക്കുന്നു, മറ്റേ മൂത്ത ചെറുക്കൻ പിന്നെ ബിൽഡിങ്ങിൻ്റെ പണി പഠിക്കാൻ പോകുന്നു. ഇപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ സംഭവിച്ചപ്പോൾ ഈ കൃഷിക്ക് നല്ല രീതിയിൽ പരിപാലിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു? എങ്ങനെയായിരുന്നു ഇതിൻ്റെ? ഞാൻ എൻ്റെ കൃഷിഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇറങ്ങി വരാനിരിക്കത്തില്ല. ഇറങ്ങി വന്ന് പരിപാലിക്കും. എനിക്ക് ഇപ്പം കാഴ്ചയില്ലെങ്കിൽ എനിക്ക് കൃഷിഭൂമി ഉണ്ടെങ്കിൽ ഒരു 2 ഏക്കർ ഭൂമിയും കൂടെ ഉണ്ടെങ്കിലും എനിക്ക് കൃഷി ചെയ്യാനുള്ള സമയമുണ്ട്, കൃഷി ചെയ്യാനുള്ള മനസ്സുണ്ട്, കൃഷി ചെയ്യാനുള്ള ആരോഗ്യം. പക്ഷെ ഭൂമിയില്ല. ഈ കൃഷിക്ക് ആവശ്യമായ വളമൊക്കെ എങ്ങനെയാണ്? വളമൊക്കെ ഞാനാണെങ്കിൽ പെൻഷൻ കിട്ടുന്ന പൈസ കൊടുത്താണ് മേടിച്ചിരുന്നത്. ഞാൻ സ്വന്തമായി ചുമന്നുകൊണ്ടാണ് വരുന്നത്. സ്വന്തമായി വളം ചുമന്നു കൊണ്ടുവന്നാണ് വരുന്നത്. എൻ്റെ മുന്നിൽ എൻ്റെ മക്കളാരെങ്കിലും നടന്നു വരും, അവർ ചെരിപ്പടി സൗണ്ട് കേൾപ്പിച്ചുകൊണ്ട് അവരെ പിന്നിലൂടെ നടന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇടുന്നത്. ആരെയും ആശ്രയത്തിന് ഉപയോഗത്തിനും വിളിക്കുന്നു. ഈ വിളവെടുപ്പ് സമയത്ത് ആൾക്കാരൊക്കെ സഹായിക്കാൻ വരാറുണ്ട്? ആരും വരാറില്ല. വിളവെടുപ്പ് സമയത്ത് എൻ്റെ പിള്ളേർ വന്നില്ല, കൊല വിളഞ്ഞിട്ടുണ്ടില്ല, വിളഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ മക്കൾ പറയും. അങ്ങനെ ആരെയും വിളിക്കാറുമില്ല, ആരും വരാറുമില്ല. അപ്പോൾ നല്ല രീതിയിൽ കൃഷി ചെയ്യാനുള്ള മനസ്സ് എപ്പോഴും ഉണ്ട് ഈ കർഷകന്. കൃഷിഭൂമി ഇല്ല എന്നുള്ളൊരു പരാതിയാണ്. ഇപ്പോൾ ഒരു 50 സെന്റ് പുരയിടത്താണ് ഇത്തരം കൃഷി ചെയ്തു വരുന്നത്. ഇനിയും പാട്ടത്തിലെടുത്ത് വിപുലമായ രീതിയിൽ കൃഷി ചെയ്യാനുള്ള വലിയ തീവ്രമായിട്ടുള്ള ശ്രമത്തിലാണ് ജലീലേട്ടൻ. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. ഈ അധ്വാനിക്കാൻ മനസ്സുള്ളവർക്ക് കാഴ്ചശക്തി ഇല്ലായ്മയും മറ്റു പരിമിതികളും ഒന്നും തടസ്സമല്ല എന്ന് തെളിയിക്കുകയാണ്. ഉൾക്കാഴ്ച എന്നൊക്കെ പറയുന്നതല്ലേ ഒരു ശരിക്കുള്ള സംഭവമാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സ്റ്റോറി ആയിരുന്നു. ജലീല് വർഷങ്ങളായിട്ട് ഈ കൃഷിയിടത്തിൽ പരിചയമുണ്ട്. ആ പരിചയം കാഴ്ച ഇല്ലാതിരുന്നിട്ട് പോലും ജലീല് പറഞ്ഞു കേട്ടില്ലേ ഓരോ സ്ഥലത്തും ഏതൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നതെന്ന് തനിക്കറിയാം അല്ലേ?